ഹേ ബേബ്സ് വെൽക്കം ബാക്ക്. എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിലെ ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്. നമ്മൾ സി ഇപ്പോൾ റിക്കവർ ആയിട്ട് വീട്ടിലേക്ക് പോകേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. അടുത്താണെന്നുണ്ടെങ്കിൽ സാൽമണും അച്ഛനും അമ്മയും നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ സാൽമണാണെന്നുണ്ടെങ്കിൽ സി എടുത്ത് നീ തീരുമാനിച്ചോ, നീ ഇനി മുതൽ സ്പ്രൈറ്റിൻ്റെ ജീവിതം ജീവിക്കാൻ വേണ്ടി പോകാൻ. ഇതേക്ക് നമ്മുടെ സിക്കാന്നുണ്ടെങ്കിൽ ദേഷ്യം വന്നിട്ട് എന്തുകൊണ്ട് പറ്റത്തില്ല, നിങ്ങളാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാതെ എൻ്റെ ലൈഫ് ജീവിക്കാൻ വേണ്ടി നിങ്ങൾ സ്പ്രൈറ്റിൻ്റെ അടുത്ത് സമ്മതിച്ചില്ലേ, അതേപോലെ തന്നെയാണ് ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ സാൽമണാന്നുണ്ടെങ്കിൽ പക്ഷേ അതേപോലെ അല്ല സി ഇത് സ്പ്രൈറ്റിൻ്റെ ജീവിതം ജീവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് പാടാണെന്ന്. അപ്പോൾ നമ്മുടെ ചെയ്യാന്നുണ്ടെങ്കിൽ സാൽമോൺ ഇത് ഞാൻ മുമ്പേ എടുത്ത തീരുമാനമാണ്, ഇതിലിനി ഒരു മാറ്റവും ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും ഫുള്ളായിട്ട് റിക്കവർ ആയിട്ടില്ല, എന്നെ കൊണ്ട് ഇപ്പോഴെങ്കിലും വോളിബോൾ കളിക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പം പിന്നെ ഈ ഒരു തീരുമാനത്തിൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ നമ്മുടെ സാൽമോൺ എന്നുണ്ടെങ്കിൽ നീ സ്പ്രൈറ്റിനെ പോലെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നീ ഉറപ്പായിട്ട് കരാട്ടെ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. അപ്പോൾ പിന്നെ ആ ഒരു കാര്യത്തിൽ നീ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പം നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിൽ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന്. അടുത്തത് എന്തൊക്കെയോ നമ്മുടെ സാൽമോൺ പറയാൻ വേണ്ടി വരുന്നുണ്ട്. പക്ഷെ അപ്പോൾ തന്നെ നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിൽ സാൽമോൺ നിർത്ത്, ഞാൻ ഓൾറെഡി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ മുതൽ ഞാൻ സ്പ്രൈറ്റ് ആയിരിക്കുന്നു. ഇതേക്കുന്ന അമ്മയാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയുന്നില്ല. ഓൾറെഡി അമ്മയുടെ കാര്യം നമുക്കറിയാലോ, അമ്മയ്ക്ക് വോളിബോളാണ് ഇഷ്ടം. അച്ഛനാണെന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഓക്കെ നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന്. അങ്ങനെ വീൽ ചെയർ എടുത്തിട്ട് അച്ഛനാണെന്നുണ്ടെങ്കിൽ അവനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. പുറത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പ്രൈറ്റ് ഇരിപ്പുണ്ട്. പക്ഷേ സ്പ്രൈറ്റിനെ കണ്ടിട്ടും ചെയ്യാന്നുണ്ടെങ്കിൽ മൈൻഡ് ചെയ്യുന്നില്ല. നമ്മുടെ സ്പ്രൈറ്റും അങ്ങനെ അങ്ങ് ഇരിക്കുകയാണ്. അപ്പോൾ തന്നെ അവിടേക്ക് അതിൻ്റെ സാൽമൺ വന്നിട്ട് സ്പ്രൈറ്റിൻ്റെ അടുത്ത്, സ്പ്രൈറ്റ് നീ അവനെ കണ്ടല്ലായിരുന്നോ, അപ്പോൾ പിന്നെ നിനക്ക് അവനെ തടഞ്ഞൂടെ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴേ നമ്മൾ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ അവനെ തടയേണ്ടത്, അവനിപ്പോഴും റിക്കവർ ആയിട്ടില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൻ എങ്ങനെ വോളിബോൾ കളിക്കുന്നത്, അതേപോലെ തന്നെ എനിക്ക് എത്ര നാളെന്ന് വെച്ചാൽ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുകയെന്ന്. അപ്പോഴേക്കും അവിടേക്കാണെന്നുണ്ടെങ്കിൽ അമ്മ വരുന്നുണ്ട്. അമ്മ വന്ന പാടെ തന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് മൂന്നർക്കും ഒരുമിച്ച് വെച്ചെന്ന് ഡിന്നർ കഴിക്കാം. ഞാൻ കോച്ച് കിച്ചൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നീ ഇന്നാന്നുണ്ടെങ്കിൽ പ്രാക്ടീസിന് വരത്തില്ലാന്ന്. ഇതൊക്കെ നമ്മൾ സ്പ്രൈറ്റിനൊരു ഡൗട്ട്. അതൊക്കെ പോട്ടെ, അമ്മയും കോച്ച് കിച്ചും തമ്മിലുള്ള ബന്ധം എന്താന്ന്. ഇതേക്കുന്ന അമ്മയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിൽ ജസ്റ്റ് ക്ലാസ്മേറ്റ്സ് ആണ്. ഇതൊക്കെ നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ പക്ഷേ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അമ്മ. എനിക്ക് തോന്നുന്നത് കോച്ച് കിച്ചനാണെന്നുണ്ടെങ്കിൽ അമ്മയുടെ മേലൊരു കണ്ണുണ്ടെന്ന്. ഇതേക്ക് അമ്മയാണെന്നുണ്ടെങ്കിൽ ഒരു തട്ട് വെച്ച് കൊടുത്തിട്ട് നീ എന്തൊക്കെയാ പറയുന്നത്, ആൾക്കാർ വല്ലതും കേട്ട് കഴിഞ്ഞാൽ എന്തോ തെറ്റിദ്ധരിക്കത്തില്ലേ, മിണ്ടായിരിക്കാന്ന്. ഇതേക്കുന്ന സ്പ്രൈറ്റ് അതെന്തെങ്കിലും ആട്ടെ, അമ്മ ഇപ്പം വാ നമുക്ക് വെച്ചൊന്ന് ഫുഡ് കഴിക്കാം, എന്തായാലും ഇന്ന് അമ്മയുടെ ചിലവല്ലേ, അമ്മയുടെ ചിലവാകുമ്പോഴേ ഇന്ന് ഒരുപാട് കഴിക്കാമല്ലോ എന്നൊക്കെ. അങ്ങനെ 3 പേരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അതേസമയം ഇവിടെ നമ്മൾ സി ആണ് കാണിക്കുന്നത്. സി ഇപ്പോൾ ഉള്ളത് നമ്മുടെ സ്പ്രൈറ്റിൻ്റെ റൂമിലാണ്. അവിടേക്കാണെന്നുണ്ടെങ്കിൽ അച്ഛൻ വരുന്നുണ്ട്. അച്ഛൻ വന്ന പാടെ തന്നെ നമ്മൾ സി എടുത്ത് പറയുന്നത്, നീ സ്പ്രൈറ്റിൻ്റെ ജീവിതം ജീവിക്കുകയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നീ കരാട്ടെ പ്രാക്ടീസ് ചെയ്യേണ്ടി വരുമെന്ന്. ഇതേക്ക് നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാണ്, പക്ഷേ എൻ്റെ കാല് കുറച്ചുകൂടി ബെറ്റർ ആവേണ്ടിയുണ്ട്, അതിന് ശേഷം പ്രാക്ടീസ് ചെയ്യാമെന്ന്. ഇതേക്ക് നമ്മുടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു കാര്യം അറിയാൻ താല്പര്യമുണ്ട്, നീ പറയാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന്. ഇതേക്ക് നമ്മുടെ ചെയ്യാന്നുണ്ടെങ്കിൽ അച്ഛാ എനിക്കത് ഇപ്പോഴേ പറയാൻ വേണ്ടി താല്പര്യമില്ല, എനിക്ക് എപ്പോഴാണ് പറയാൻ തോന്നുന്നത് ഞാൻ അപ്പോൾ പറഞ്ഞേക്കാമെന്ന്. അതേക്ക് നമ്മുടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഓക്കെ മോനെ, നീ എന്നുണ്ടെങ്കിൽ റെസ്റ്റ് എടുത്തോ, നിനക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞാൻ കൂടെ കാണുമെന്ന്. ഇത് പറഞ്ഞിട്ട് അച്ഛൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിന്തിക്കുന്നത് ഞാനിപ്പോൾ എടുത്ത ഡിസിഷനാണ് ശരിയെന്ന്. അതും പറഞ്ഞിട്ട് അവൻ നോക്കുന്നത് നേരെ നമ്മുടെ സ്പ്രൈറ്റും അച്ഛനും നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് റൂമിൽ, അതിലേക്ക് നോക്കിയിട്ട് അവനാണെന്നുണ്ടെങ്കിൽ നേരെ കിടക്കുകയാണ്. അതിന് ശേഷം കാണിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയ ഭാഗമാണ്. ഇവനാണെന്നുണ്ടെങ്കിൽ വേസ്റ്റ് കൊണ്ട് കളയാൻ വേണ്ടി പോകുമ്പോഴേ നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ റൂമിലേക്ക് കയറി വരുന്നുണ്ടല്ലോ. അങ്ങനെ റൂമിലേക്ക് കയറി വരുമ്പോഴത്തേക്കും നമ്മുടെ സ്പ്രൈറ്റ് ഇവനാണെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ മണ്ണാന്നൊക്കെ പറഞ്ഞ കാര്യം ആലോചിച്ചിട്ട് ആ ഒരു വേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ട് കളയാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരുടെ കയ്യിൽ നിന്ന് ഫൈനലി ആ വേസ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ താഴത്തേക്ക് വന്ന് വീണ്. രണ്ടുപേരും വേസ്റ്റ് എടുക്കുന്ന ടൈമിൽ നമ്മുടെ സ്പ്രൈറ്റിനാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്തോ സ്ട്രേഞ്ചായിട്ട് ബിഹേവ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തിട്ട് നേരെ നമ്മുടെ ഫസ്റ്റിനടുത്ത് ചോദിക്കുന്നുണ്ട്, ഫസ്റ്റ് നിനക്കത് എന്താ പറ്റിയെന്നൊക്കെ. ഇതേക്ക് നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു ഫീലിങ്സ് എപ്പോൾ മുതലാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് എനിക്ക് അറിയത്തില്ല, നീ ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ ഇടപഴകുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല, അതിനർത്ഥം എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. അതേപോലെ തന്നെ നീ എൻ്റെ അടുത്ത് ഇപ്പോൾ നന്നായിട്ട് തന്നെ ബിഹേവ് ചെയ്യുന്നുണ്ട്, ഞാൻ വിചാരിച്ചത് നിനക്കും എന്നെ ഇഷ്ടമാണെന്ന്. അങ്ങനെ അല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവനാണെന്നുണ്ടെങ്കിൽ വേസ്റ്റ് എടുത്തിടാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഫസ്റ്റിൻ്റെ കയ്യിലേക്ക് കയറി പിടിച്ചിട്ട് ആര് പറഞ്ഞ് എനിക്ക് നിന്നെ ഇഷ്ടമല്ലാന്ന്. ഇതും പറഞ്ഞിട്ട് രണ്ടുപേരും കിസ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഫസ്റ്റ് ഒരു കിസ് കഴിഞ്ഞ ശേഷം നമ്മുടെ സ്പ്രൈറ്റ് ഫസ്റ്റിൻ്റെ ഹാർട്ടിലേക്ക് കൈവച്ചിട്ട് നിൻ്റെ ഹാർട്ടാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ റേസ് ചെയ്യുന്നുണ്ടല്ലോ. ഇതും പറഞ്ഞിട്ട് ഇവനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റിൻ്റെ കൈ എടുത്തിട്ട് അവൻ്റെ ഹാർട്ടിലേക്ക് തന്നെ വെക്കുകയാണ്. എനിക്കും അതേ ഫീലിങ്സ് ആണുള്ളത്, അപ്പോൾ പിന്നെ എനിക്ക് ശരിക്കും നിന്നെ ഇഷ്ടമല്ലേ എന്ന്. ഇതേക്ക് നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിനക്ക് ഉറപ്പാണെന്ന് ചോദിക്കുകയാണ്. അതെന്താ നിനക്ക് വിശ്വാസമില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നെയും പോയി ചെന്ന് ഫസ്റ്റിൻ്റെ കിസ് ചെയ്യാണ്. നേരത്തെ പോലെയുള്ള കിസ്സിങ് അല്ല, ഭയങ്കര ലെങ്തി ആയിട്ടുള്ള കിസ്സിങ് ആണ്. ഈ ഒരു കിസ്സിങ് ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ഡേഞ്ചർ ആവുമെന്ന് മനസ്സിലാക്കി നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു കറക്റ്റ് ടൈമിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പ്രൈറ്റിന് കോഡ് അടുത്തുനിന്ന് കോള് വരുന്നുണ്ട്. കോൾ അറ്റൻഡ് ചെയ്ത് പാടുന്ന നമ്മൾ പോവാന്നുണ്ടെങ്കിൽ നീ ഇപ്പോൾ എവിടാ, ഞങ്ങളിവിടെ എല്ലാവരും വന്നിട്ട് ഒരുപാട് നേരമായി, നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക, പെട്ടെന്ന് വന്ന് ഗെയിമൊക്കെ കളിക്കാൻ പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഇവനാന്നുണ്ടെങ്കിൽ ഓക്കെ വരാമെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യാണ്. കോള് കട്ട് ചെയ്ത പാടെ തന്നെ
നമ്മുടെ ഫസ്റ്റിൻ്റെ അടുത്ത് ഇപ്പോൾ വിളിച്ചത് കോയാണ്. കോ ഗെയിം കളിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. പക്ഷേ എനിക്ക് അവിടേക്ക് പോകണമെന്നില്ല, ഞാൻ നിൻ്റെ കൂടെ ഇവിടെ ഇരുന്നോളാം എന്ന് പറയണേ. ഇതൊക്കെ നമ്മുടെ ഫസ്റ്റാണെന്നുണ്ടെങ്കിൽ അതൊന്നും കുഴപ്പമില്ല, അപ്പോൾ നമുക്ക് വെച്ചിരുന്ന് ഗെയിം കളിക്കാമെന്ന് പറയണേ. അങ്ങനെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരും ഒരു റൗണ്ട് ഗെയിമൊക്കെ കളിച്ചിട്ടിരിക്കുകയാണ്. അവിടേക്ക് ഫസ്റ്റ് സ്പ്രൈറ്റ് വന്നിരിക്കുമ്പോൾ നമ്മുടെ കോയ്ക്കാന്നുണ്ടെങ്കിൽ ഒരു ഡൗട്ട്. കോയാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും നേരം റൂമിൽ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? എനിക്ക് എന്തൊക്കെയോ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും മിസ് ചെയ്യിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇവർ രണ്ടിനും പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. അന്നേരം നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ വിഷയം മാറ്റാൻ വേണ്ടി പറയുന്നുണ്ട്, നിങ്ങൾ ഏത് ഗെയിമാണ് കളിക്കുന്നത്? ഞങ്ങൾ രണ്ടും ജോയിൻ ചെയ്യാന്നൊക്കെ. അപ്പോൾ നമ്മൾ ഡെഡാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു റൗണ്ട് ഓൾറെഡി കഴിഞ്ഞ്, ഇപ്പം നിങ്ങൾ രണ്ടും ജോയിൻ ചെയ്യാൻ പറയാണ്. അപ്പോൾ അടുത്തേക്ക് നമ്മുടെ ഫസ്റ്റിൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പ്രൈറ്റ് ഫസ്റ്റ് ഞാൻ നിന്റെ ടീമിൽ ജോയിൻ ചെയ്തോട്ടെ. ഇതൊക്കെ നമ്മുടെ ഫസ്റ്റാണെന്നുണ്ടെങ്കിൽ ചുമ്മാ ഇരിക്കുകയാണ്, നിനക്ക് എന്താ വേണമെന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. അപ്പോൾ അടുത്തിരിക്കുന്നവന്മാരൊക്കെ നോക്കുന്നുണ്ട്. ആ ഒരു കറക്റ്റ് ടൈമിൽ അവിടേക്കാണെന്നുണ്ടെങ്കിൽ ജാക്ക് വരുന്നുണ്ട്. ജാക്കിനെ കണ്ട പാടെ തന്നെ ബാക്കിയുള്ളവന്മാർ നീ ഇത് എവിടെ പോയിട്ട് വന്നതെന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. അതിന് നമ്മുടെ ജാക്ക് പറയുന്നത് അവനാന്നുണ്ടെങ്കിൽ വീട്ടിൽ പോയിട്ട് വന്നതെന്ന്. എന്നാൽ പിന്നെ ഓക്കെ വാ വന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടി പറയുമ്പോഴേ ഇവൻ നേരെ വന്നിരിക്കുന്നത് നമ്മുടെ മൈക്കിൻ്റെ അടുത്താണ്. അപ്പോൾ തന്നെ മൈക്കാന്നുണ്ടെങ്കിൽ കൊടുത്ത് ഇങ്ങോട്ട് ഇങ്ങനെ നീങ്ങിയിരിക്കുക, എനിക്ക് അപ്പുറത്ത് ഇരിക്കണമെന്ന്. ഇവന്മാർക്കാന്നുണ്ടെങ്കിൽ കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ കാണിക്കുന്ന റൂമിലാണ്. റൂമിലേക്ക് മൈക്ക് വരുന്നുണ്ട്. തൊട്ട് പുറത്ത് നമ്മുടെ ജാക്ക് വരുവാണ്. ജാക്ക് വന്നപ്പോൾ തന്നെ മൈക്കിൻ്റെ അടുത്ത് മൈക്ക് നീ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എനിക്കിതൊക്കെ കാണുമ്പോൾ വിഷമം വരികയാണ്. ഞാൻ നിൻ്റെ അടുത്ത് സംസാരിക്കാൻ ശ്രമിക്കുന്നതോറും നീ എന്നോട് എന്നെ ഇഗ്നോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ശരിയാണെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മുടെ മൈക്കാന്നുണ്ടെങ്കിൽ നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നതെന്ന്? ഇദ്ദേഹത്തിന് ജാക്കാന്നുണ്ടെങ്കിൽ സോറി പറയുന്നുണ്ട്. ഞാൻ ഇതൊക്കെ വേണമെന്ന് വെച്ചിട്ടല്ല ചെയ്തത്, നിന്നിപ്പോൾ ഹാപ്പി ആയിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. നമ്മുടെ മൈക്കാന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും നീ ഓക്കെ ആണെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ട് തന്നെ നമ്മുടെ ജാക്കാന്നുണ്ടെങ്കിൽ സമ്മതിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഓക്കെ നമുക്കിപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മൈക്കാന്നുണ്ടെങ്കിൽ നേരെ പോയി ചെന്ന് ജാക്കിനെ കിസ് ചെയ്യാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ നമ്മുടെ ജാക്കാന്നുണ്ടെങ്കിൽ ഒരു നിമിഷം ഒന്ന് സ്തംഭിച്ച് നിൽക്കുകയാണ്. അന്നേരം ഒന്ന് സ്തംഭിച്ച് നിന്നെങ്കിലും പിന്നീടുള്ള കലാപരിപാടികളൊന്ന് കാണേണ്ടത് തന്നെയാണ്. ഫസ്റ്റ് മെയിൻ ലീഡിനെ കടത്തി വെട്ടിക്കൊണ്ടിരിക്കുകയാണോ ഇവർ. അങ്ങനെ അതിനൊക്കെ ശേഷം കാണിക്കുന്നത് യൂണിവേഴ്സിറ്റിയിലാണ്. കരാട്ടെ പ്രാക്ടീസ് ചെയ്തില്ലേ അവിടെയാണ് കേട്ടോ. അവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സീൻ തന്നെ കൂടി ഇങ്ങനെ നടന്നു വരുവാണ്. തൊട്ട് പറയാൻ നിന്ന് അറ്റും പോകും വിളിക്കുന്നുണ്ട് സ്പ്രൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ നമ്മുടെ സി അല്ലേ അത്. അവിടെ സി ആണെന്നുണ്ടെങ്കിൽ മൈൻഡ് ചെയ്ത് നടന്നു പോകുമ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നീ അല്ലേ സ്പ്രൈറ്റ് തിരിഞ്ഞു നോക്കെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും തിരിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അറ്റും പോകും അവിടേക്ക് വരുന്നുണ്ട്. അവിടേക്ക് വന്നപ്പോൾ തന്നെ നമ്മുടെ അറ്റാന്നുണ്ടെങ്കിൽ എൻ്റെ കാലെങ്ങനെ കാറിപ്പോയി ഇടിച്ചത്, ഇപ്പോൾ എങ്ങനെയുണ്ട്, വേദന കുറവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് വേദന കുറവുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ അടുത്തേക്ക് തന്നാന്നുണ്ടെങ്കിൽ അറ്റിൻ്റെ അടുത്തും പൂവിൻ്റെ അടുത്തും നിങ്ങളിപ്പോൾ എങ്ങോട്ട് പോകുന്നതെന്ന് ചോദിക്കുമ്പം ഈമാരാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അതൊക്കെ പോട്ടെ നിങ്ങൾ അങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ തന്നാന്നുണ്ടെങ്കിൽ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ക്ലബ്ബിലേക്ക് പോകേണ്ടി പോകുന്നത്. ഇതേക്ക് ഈമാരാന്നുണ്ടെങ്കിൽ ഷോക്കായിട്ട് ക്ലബ്ബിലേക്ക് പോകാനോ നോക്കി ഇവൻ്റെ കാലാന്നുണ്ടെങ്കിൽ ഇപ്പോഴും റെഡി ആയിട്ടില്ല, എന്നിട്ട് നിങ്ങൾ ക്ലബ്ബിലേക്ക് പോകേണ്ടി പോകണോ? അവിടേക്ക് പോയാൽ സ്പ്രൈറ്റ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു അവനാന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കണമെന്ന്. അപ്പോൾ നമ്മൾ തന്നാന്നുണ്ടെങ്കിൽ നീ പറഞ്ഞത് ശരിയാണ്, അവൻ കുറച്ച് ദിവസം റെസ്റ്റ് എടുത്തോട്ടെ, ഞാനിപ്പോൾ ക്ലബ്ബിലേക്ക് പോകേണ്ടി പോകണമെന്ന്. അപ്പോഴത്തേക്ക് ഇവന്മാരാണെന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഓക്കെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്നു പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ തന്നാന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങൾ രണ്ടുപേരെയും മനസ്സിലാവുന്നില്ല. നിങ്ങൾ രണ്ടുപേരും ഉദ്ദേശം എന്തോ? ഈ സിനിമയിലൊക്കെ വരുന്ന പോലെയാണല്ലേ രണ്ടുപേരും അഭിനയിക്കുന്നത്, ഇതൊക്കെ ശരിയായി പോകുമെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ സീക്കാന്നുണ്ടെങ്കിൽ സാൻമണിൻ്റെ അടുത്ത് നിന്ന് മെസ്സേജ് വരുന്നുണ്ട് പരസ്പരം മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്. അത് നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിൽ തൻ്റെ അടുത്ത് എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് സാൽമോണെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോകണം, എന്താ പിന്നെ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് പോവാണ്. നമ്മുടെ തന്നാന്നുണ്ടെങ്കിൽ ഇതൊക്കെ ശരിയാവോ ഇല്ലയോടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇവിടെ കാണിക്കുന്നത് നമ്മുടെ ഫസ്റ്റിനാണ്. ഫസ്റ്റ് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പ്രൈറ്റ് സാൽമോണിൻ്റെ കയ്യിലേക്ക് എന്തോ ഒന്ന് കൊടുക്കുന്നുണ്ട്. ഇവൻ ജലസേറി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ സാൽമോൺ അവിടെ നിന്ന് പോയ പാടെ തന്നെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ സ്പ്രൈറ്റിൻ്റെ മെസ്സേജ് അയക്കുന്നുണ്ട്, നീ ഇപ്പോൾ എവിടെയാണെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചുകൊണ്ട്. ഇവനാണെന്നുണ്ടെങ്കിൽ അതിന് റിപ്ലൈ കൊടുക്കുന്നത് ഞാനിപ്പോൾ ബാത്റൂമിലാണ്, എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചുകൊണ്ട്. ഇതിനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് മറുപടി കൊടുക്കുന്നില്ല. അപ്പോൾ തന്നെ നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റിനെ വിളിക്കുന്നുണ്ട്, എന്ത് പറ്റി നീ ഇപ്പോൾ എവിടെയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട്. നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ മുമ്പിലേക്ക് നീങ്ങി നിന്നിട്ട് ഞാൻ നിൻ്റെ മുമ്പിൽ തന്നെ ഉണ്ടെന്ന് പറയണേ. ഇതൊക്കെ നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരുമാതിരി ആവാണ്. അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടേക്കാണെന്നുണ്ടെങ്കിൽ സ്പ്രൈറ്റ് വരുന്നുണ്ട്. സ്പ്രൈറ്റ് വരുമ്പോൾ തന്നെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ മാറിയിരിക്കുന്നു പറയണേ. ഇവനാണെന്നുണ്ടെങ്കിൽ മാറി നിൽക്കുന്നില്ല. ഇവനാണെന്നുണ്ടെങ്കിൽ ബോളും കൊണ്ട് വന്ന് അടുത്തേക്ക് എന്നിട്ട് പ്ലീസ് നിനക്ക് ഇപ്പോഴും എൻ്റെ അടുത്ത് ദേഷ്യമാണ്, എൻ്റെ അടുത്ത് ഇങ്ങനെ ദേഷ്യപ്പെടില്ലേ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും ഭയങ്കരമായിട്ട് കൊഞ്ച് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാമ്പയും കാണുന്നുണ്ട്. സാമിനാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമം വരുന്നുണ്ട്. അവനപ്പം തന്നെ അവിടെ നിന്ന് മാറുന്നുണ്ട്. ഒരിടത്ത് ചെന്ന് നിന്നിട്ട് കരയാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും തൻ്റെ അടുത്ത് നിന്ന് കോള് വരുന്നുണ്ട്. തൻ്റെ കോള് കണ്ടപാടെ തന്നെ അവൻ്റെ ഫേസ് ആണെന്നുണ്ടെങ്കിൽ മാറുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സി ആണ്. സി ആണെന്നുണ്ടെങ്കിൽ സാൽമോന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടേക്കാണെന്നുണ്ടെങ്കിൽ സാൽമോൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സാൽമോൺ സി അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് നേരമായി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന് നമ്മുടെ സി ആണെന്നുണ്ടെങ്കിൽ ഇല്ല ഞാൻ വന്നതേ ഉള്ളൂ, നിനക്ക് എന്തായാലും എടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴേ നമ്മുടെ സാൽമോൻ എന്നുണ്ടെങ്കിൽ ഒരു ബാഗ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇതിലേക്ക് സ്പ്രൈറ്റ് തന്നെയാണ്, കരാട്ടെ പ്രാക്ടീസിനുള്ള ഡ്രസ്സും കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ച് വയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ സി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാൽമോൻ്റെ അടുത്ത് ഒന്നും മിണ്ടുന്നില്ല. ഇത് കാരണം നമ്മുടെ സാൽമോൺ എന്നുണ്ടെങ്കിൽ സോറി പറയുന്നുണ്ട്, ഞാൻ ഇതൊക്കെ വേണമെന്ന് വെച്ചിട്ട് ചെയ്തതല്ല, ആക്ച്വലി നിനക്ക് പകരം സ്പ്രൈറ്റിനെ വിടാൻ വേണ്ടിയിട്ട് ആ ഒരു തീരുമാനം എടുത്തത് ഞാനാണ് ആൻറ്റിക്ക് അങ്ങനെ ഒരു സജഷൻ കൊടുത്തത്, നീ എൻ്റെ അടുത്ത് ക്ഷമിക്കത്തില്ലേ സി
എന്ന് ചോദിച്ചുകൊണ്ട് ഇതേക്ക് നമ്മുടെ ചെയ്യാന്നുണ്ടെങ്കിൽ സാൽമോൻ്റെ കയ്യിലേക്ക് കൈ വെച്ചിട്ട് ഞാൻ നിൻ്റെ അടുത്ത് ക്ഷമിക്കാതിരിക്കുമെന്ന്. ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന്. ഇഷ്ടത്തിലാണെന്നല്ല, ഇഷ്ടത്തിലാണ്. കാരണം എന്ന് വെച്ചാൽ കൈ ഇങ്ങനെയൊന്നും പിടിക്കത്തില്ലല്ലോ അല്ലെങ്കിൽ. അപ്പോൾ നമ്മുടെ സാൽമൺ എന്നുണ്ടെങ്കിൽ ഹാപ്പി ആവുന്നുണ്ട്. ഫൈനലി നീ എന്നെ വിശ്വസിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്. അതൊക്കെ പോട്ടെ, നിനക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡ്രിങ്ക്സ് ഒന്നും ഓർഡർ ചെയ്തില്ലല്ലോ, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ പോയി ചെന്ന് കോഫി ഓർഡർ ചെയ്യുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ സീയുടെ ഫേസ് ആണെന്നുണ്ടെങ്കിൽ അകപ്പാട് മാറുവാണ്. അവനാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കൈ എടുത്ത് മാറ്റുന്നുണ്ട്. സാൽമൺ നിനക്ക് അറിഞ്ഞൂടെ എനിക്കാണെന്നുണ്ടെങ്കിൽ കോഫി ഇഷ്ടമല്ലാന്ന്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ സാൽമൺ എന്നുണ്ടെങ്കിൽ അയ്യോ ഞാൻ മറന്നുപോയി, കോഫി ഇഷ്ടം നമ്മുടെ സ്പ്രൈറ്റിനാണല്ലോ, നിനക്ക് ഇഷ്ടം ചോക്ലേറ്റ് ടീ അല്ലേ, ഓക്കെ എന്നാൽ പിന്നെ ഞാനത് പൈസ വാങ്ങിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് സാൽമൺ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ സീ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സാൽമോൻ്റെ കയ്യിലേക്ക് കയറി പിടിച്ചിട്ട് സാൽമോൻ നിനക്ക് സ്പ്രൈറ്റിൻ്റെ ഇടയ്ക്ക് എന്താന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴേ നമ്മുടെ സാൽമൺ എന്നുണ്ടെങ്കിൽ എനിക്ക് സ്പ്രൈറ്റിൻ്റെ ഇടയ്ക്ക് എന്താണെന്നോ, അതെന്താ നീ അങ്ങനെ പറഞ്ഞു ചോദിക്കുമ്പോഴേ ഇവരാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല, നീ പൈസ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയാണ്. അങ്ങനെ അവളെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട്. അതേസമയം ഇവിടെ പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടി ഫുഡ് കഴിക്കാണ്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ സ്പ്രൈറ്റ് ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്ന നോക്കുമ്പോഴേ ടോം എന്നുണ്ടെങ്കിൽ ഫസ്റ്റിൻ്റെ അടുത്തേക്ക് ഇരിക്കാൻ വേണ്ടി പോവാണ്. ഇത് കാണുന്ന നമ്മുടെ സ്പ്രൈറ്റ് എന്നുണ്ടെങ്കിൽ ഓടി വരുന്നുണ്ട്. ഫൈനലി രണ്ടുപേരും ഒരുമിച്ചാണ് അടുത്തേക്ക് വരുന്നത്. വന്ന പാടെ തന്നെ നമ്മുടെ ടോം എന്നുണ്ടെങ്കിൽ ഫസ്റ്റിൻ്റെ അടുത്തേക്ക് ഇരിക്കാൻ വേണ്ടി പോകുമ്പോഴേ നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ സമ്മതിച്ചു കൊടുക്കുന്നില്ല. ഞാനല്ലേ ഇവിടെ ആദ്യം വന്നേന്ന്. ഇതൊക്കെ നമ്മുടെ ടോം എന്നുണ്ടെങ്കിൽ ഇല്ല ഞാൻ ആദ്യമേ വന്നേന്ന്. അങ്ങനെ രണ്ടുപേരും തമ്മിൽ വഴക്കാവുകയാണ്. ഫൈനലി നമ്മുടെ ടോം എന്നുണ്ടെങ്കിൽ മാറി കൊടുക്കുന്നു. അവൻ അവിടെ നിന്ന് മാറിപ്പോയ പാടെ തന്നെ ഇവനാണെന്നുണ്ടെങ്കിൽ അവിടെ കയറിയിരിക്കുന്നുണ്ട്. കയറിയിരുന്നവൻ ചുമ്മാ ഇരിക്കാതെ അവൻ്റെ പ്ലേറ്റിലുള്ള ഫുഡെല്ലാം എടുത്തിട്ട് നേരെ നമ്മുടെ ഫസ്റ്റിൻ്റെ പ്ലേറ്റിലേക്കാണ് വെച്ചെടുക്കുന്നത്. ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കണ്ണ് വഴി കൂടെ തന്നെ അടങ്ങിയിരിക്കടാ എന്ന് പറയണേ. ഇവനെന്തോ മനസ്സിലാവാത്ത പോലെ. അടുത്തേക്ക് നമ്മുടെ സാമും കോയൊക്കെ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് ഇവിടെ കരാട്ടെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തന്നെ സീൻ തമ്മിലാണ് പ്രാക്ടീസ് നടക്കുന്നത്. നമ്മുടെ സീക്കാന്നുണ്ടെങ്കിൽ ഇതൊന്നും അറിയത്തില്ലല്ലോ. തന്നാന്നുണ്ടെങ്കിൽ സീ എടുത്ത് നീ അന്നേരം ഇതുവരെ ഒരു മാർഷൽ ആർട്സും പഠിച്ചിട്ടില്ലേ, നീ എന്തെങ്കിലും ഒന്ന് ചെയ്യടാന്ന് പറയുമ്പോഴേ നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിൽ ഓക്കെ ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവൻ എന്തൊക്കെയോ കാണിച്ചു വിടുന്നുണ്ട്. ഫൈനലി നമ്മൾ തന്നാന്നുണ്ടെങ്കിൽ സീയുടെ കൈ പിടിച്ചിട്ട് അവൻ്റെ കഴുത്തിലേക്ക് വെച്ചിട്ട് അയ്യോ സ്പ്രൈറ്റ് എന്നെ വിട് ഓക്കെ ഞാൻ സമ്മതിച്ച് ഞാൻ തോറ്റു തന്നു, എനിക്ക് നന്നായിട്ട് എന്നെ വേദനിക്കുന്നുണ്ടെന്ന്. ഫൈനലി അവൻ്റെ ഇഷ്ടത്തിന് എന്തൊക്കെയോ പറഞ്ഞിട്ട് നമ്മുടെ സീ വിൻ ചെയ്ത പോലെ കാണിച്ചിട്ട് അടുത്ത് ഇരിക്കുന്ന അറ്റിൻ്റെ അടുത്തും പൂവിൻ്റെ അടുത്തും ചോദിക്കുന്നുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോഴേ ഇവന്മാരാന്നുണ്ടെങ്കിൽ എന്തോ ഇപ്പോൾ ഇവിടെ നടന്നേന്നുള്ള രീതിയിൽ എല്ലാം ഓക്കെയാണെന്ന്. അങ്ങനെ അതിനുശേഷം നമ്മുടെ സീ ആണെന്നുണ്ടെങ്കിൽ നേരെ വരുന്ന റൂമിലേക്കാണ്. റൂമിൽ വന്നിരിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പ്രൈറ്റിൻ്റെ റൂമിൽ ഈ പസിൽസില്ലേ അങ്ങനെ ഒരു ബോക്സ് കാണുവാണ്. അത് കാണുമ്പോൾ അവനെ ഓർമ്മ വരുന്നത് നമ്മുടെ സ്പ്രൈറ്റ് സീയും കൂടി ചെറുപ്പത്തിൽ ഇരുന്ന് പസിൽസ് കളിച്ച കാര്യമാണ്. രണ്ടുപേരും കൂടി പസിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ സീ എടുത്ത് ഏത് അച്ഛനും അമ്മയും കാണിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവനെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് വഴി താഴത്തേക്ക് ഇറങ്ങി ഓടുന്നുണ്ട്. നമ്മുടെ സീ ആണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ അങ്ങ് ഇരിക്കുകയാണ്. പെട്ടെന്നാണെന്നുണ്ടെങ്കിൽ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഇവൻ വന്ന് നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ പസിൽസ് ഫുള്ള് താഴത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് കാണുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സീക്ക് നന്നായിട്ട് തന്നെ ദേഷ്യം വരുന്നുണ്ട്. സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ സോറി സീ ഞാൻ ഇത് വേണമെന്ന് വെച്ചിട്ട് ചെയ്തില്ല, നമുക്ക് വേറെ എണ്ണം ഉണ്ടാക്കിയാലോ എന്ന് ചോദിക്കുമ്പോഴേ നമ്മുടെ സീക്കാന്നുണ്ടെങ്കിൽ ദേഷ്യം വന്നിട്ട് നീ എപ്പോഴും ഇത് തന്നെയാണ് ചെയ്യാറ്, എന്നിട്ട് പറയുന്നത് എല്ലാം ഈസി ആയിട്ട് എടുക്കാൻ, എന്നെക്കൊണ്ട് ഇങ്ങനെ ഈസി ആയിട്ടൊന്നും എടുക്കാൻ വേണ്ടി പറ്റത്തില്ല, എനിക്കിതാ നിൻ്റെ അടുത്ത് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അന്നേരം അച്ഛനാന്നുണ്ടെങ്കിൽ മോനെ സീ ഇത് അത്ര വലിയ കാര്യമൊന്നുമല്ല എന്ന് പറയണേ. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മളെ സീ ആണെന്നുണ്ടെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് അവിടെ നിന്നൊക്കെ കയറിപ്പോവാണ്. അവരുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ സീയുടെ പുറകെ വെച്ച് പിടിക്കുകയാണ്. ആ ഒരു ഫ്ലാഷ് ബാക്ക് ഒക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഇവനാന്നുണ്ടെങ്കിൽ അമ്മ അടുത്ത് നിന്ന് കോള് വരുന്നുണ്ട്. സീ നിൻ്റെ അച്ഛൻ്റെ കൂടെ പോയതിനു ശേഷം നീ എന്നെ ഒന്ന് വിളിക്കുക പോലും ചെയ്തില്ലല്ലോ, നീ ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു ഓക്കെ ആയെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് റിക്കവറായിട്ട് വരുന്നുണ്ടെന്ന് പറയാണ്. അന്നേരം അമ്മയാന്നുണ്ടെങ്കിൽ അച്ഛനങ്ങനെ നിന്നെ നന്നായിട്ട് എന്നെ കെയർ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് ചോദിക്കുമ്പം ഇവനാന്നുണ്ടെങ്കിൽ അച്ഛൻ എന്നെ നന്നായിട്ട് എന്നെ കെയർ ചെയ്യുന്നെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അമ്മയാന്നുണ്ടെങ്കിൽ അതൊക്കെ പോട്ടെ സീ വോളിബോളിൻ്റെ കാര്യം എങ്ങനെയാ, നീ റിക്കവറായി കഴിഞ്ഞതിന് ശേഷം നീ വോളിബോൾ കളിക്കാൻ വേണ്ടി വരത്തില്ലേ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ അമ്മ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യത്തിലാണോ, ഞാൻ ഇത്രയധികം ഇഞ്ചേർഡ് ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്, അമ്മയ്ക്ക് അതിനെ പറ്റിയിട്ട് സംസാരിക്കാനൊന്നുമില്ലേ, ഇത് മാത്രമല്ല എപ്പോഴും സംസാരിക്കാമെന്ന് ചോദിക്കുമ്പോൾ അമ്മയെന്നുണ്ടെങ്കിൽ മോനെ ഞാൻ അത് ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ആൾമാറാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്, അതൊക്കെ ഭയങ്കര പ്രശ്നമാവുന്ന കാര്യങ്ങളാണ്, അപ്പോൾ നമുക്ക് പ്രശ്നം ഉണ്ടാകാൻ വേണ്ടി പാടില്ല, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്ന് പറയുമ്പോഴേ നമ്മൾ സീക്കാന്നുണ്ടെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. സീയാന്നുണ്ടെങ്കിൽ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ട് ഇവനാന്നുണ്ടെങ്കിൽ കോള് കെട്ടുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം സീയും അറ്റും കൂടി ഒരിടത്ത് ഇരിക്കുകയാണ്. അവിടേക്ക് തന്നെ നമ്മുടെ തന്നെ വരുന്നുണ്ട് ഫ്രൈഡ് ചിക്കനുമായിട്ട്. നമ്മൾ സീക്കാന്നുണ്ടെങ്കിൽ ഫ്രൈഡ് ചിക്കൻ ഇഷ്ടമല്ലല്ലോ, അവൻ അപ്പം തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ബാക്കിയുള്ളവർമാർക്കാന്നുണ്ടെങ്കിൽ കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. അവന്മാരുടെ കാഴ്ചപ്പാടിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പ്രൈറ്റിന് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണല്ലോ, ഇവൻ എന്തിനാ എഴുന്നേറ്റ് പോയെന്നുള്ള രീതിയിൽ. അങ്ങനെ അതിനുശേഷം ക്ലബ്ബിലാണ് കാണിക്കുന്നത്. ക്ലബ്ബിൽ നമ്മൾ സി ആണെന്നുണ്ടെങ്കിൽ സൈൻ ചെയ്തിട്ട് പോകുമ്പോൾ നമ്മുടെ സി സൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അവൻ്റെ സ്വന്തം പേരിലാണ്. സി വിളിക്കുന്നുണ്ട്, നീ സൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ആ നോക്കിയതും പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മുടെ തന്നാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ടെൻഷനായിട്ട് സ്പ്രൈറ്റ് നീ എന്തോ ചെയ്ത് വെച്ചിരിക്കുന്നത്, നിന്റെ പേരിലല്ലേ നീ സൈൻ ചെയ്യേണ്ടത്, നീ എന്ത് കാണിച്ച് വെച്ചിരിക്കുന്നത്, പെട്ടെന്ന് മാറ്റാൻ വേണ്ടി പറയാണ്. അങ്ങനെ നമ്മുടെ സി ആണെന്നുണ്ടെങ്കിൽ അത് മാറ്റുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന പ്രാക്ടീസാണ്. പ്രാക്ടീസിൽ നമ്മുടെ സിക്ക് കിട്ടുന്ന ബോയിനെയാണ്. അങ്ങനെ രണ്ടുപേരും കൂടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ബോയ് ആണെന്നുണ്ടെങ്കിൽ നല്ല തന്നെ നമ്മുടെ സിയെ
ഉപദ്രവിക്കുന്നുണ്ട്. സിക്കാന്നുണ്ടെങ്കിൽ തിരിച്ച് ഫൈറ്റ് ചെയ്യാൻ എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ. അവനാന്നുണ്ടെങ്കിൽ നിന്നങ്ങ് അടി കൊള്ളുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബോയ്ക്കാന്നുണ്ടെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. ബോയാന്നുണ്ടെങ്കിൽ നീ എന്തോ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്, തിരിച്ച് റെസ്പോണ്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ വെറുതെ എൻ്റെ അടുത്ത് വഴക്കിന് വരണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇതേക്ക് നമ്മുടെ ബോയ്ക്കാന്നുണ്ടെങ്കിൽ ഞാൻ വഴക്കിന് വന്നാൽ നീ എന്നെ എന്തോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇവനെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഉപദ്രവിക്കുന്നുണ്ട്. അപ്പോൾ അതിന് അടുത്ത് നിൽക്കുന്നവന്മാരാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പിടിച്ചു മാറ്റുകയാണ്. അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ബോയും ടോമും കൂടി ചേർന്നിട്ട് പൂവിൻ്റെ അടുത്ത് അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. ഈ സ്പ്രൈറ്റിൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ? അവനിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത് ബിഹേവ് ചെയ്യുന്നത് വേറെ രീതിയിലാണ്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടില്ലേ? നിങ്ങൾ അവൻ്റെ ഫ്രണ്ട്സ് അല്ലേ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവന്മാർ മണ്ടന്മാർ, ഇവന്മാർക്ക് എന്നുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ നൈറ്റ് ആകുമ്പോൾ നമ്മുടെ സിയാന്നുണ്ടെങ്കിൽ നേരെ വോളിബോൾ പ്രാക്ടീസ് ചെയ്യുന്നിടത്തേക്ക് വരുവാണ്. ആക്ച്വലി അവനാന്നുണ്ടെങ്കിൽ വോളിബോൾ എത്ര വേണ്ടാന്ന് പറഞ്ഞാലും അവൻ്റെ മനസ്സ് നിറയെ വോളിബോൾ മാത്രമാണ്. വന്നിട്ട് ബോളൊക്കെ എടുത്ത് വെച്ച് നോക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം പ്രാക്ടീസൊക്കെ കഴിഞ്ഞ ശേഷം നമ്മുടെ സ്പ്രൈറ്റും ഫസ്റ്റും കൂടി അവിടെ നിന്ന് പോകാൻ വേണ്ടി വരുമ്പോൾ സാൽമൺ എന്നുണ്ടെങ്കിൽ സ്പ്രൈറ്റിനെ വിളിക്കുന്നുണ്ട്, അടുത്തേക്ക് വാന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റിൻ്റെ ഫേസ് ഒന്ന് കാണേണ്ടത് തന്നെയാണ്. നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരുമാതിരി ഇവനെ നോക്കിയിട്ട് അവിടെ നിന്ന് പോവാണ്. സാൽമൺ നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഇങ്ങനെ ഫേസ് ടു ഫേസ് ഒക്കെ നോക്കുവാണ്. ഇതാണ് നമ്മുടെ സാൽമൺ എന്നുണ്ടെങ്കിൽ ആ കൊള്ളാലോടാ, ഹിന്ദുവാടാ ഇവിടെ നടക്കുന്നത്, അതൊക്കെ പോടെ. എന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഈവൻ കോച്ച് വരെ നിന്നെ കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടല്ലോ എന്ന്. ഇത് കേൾക്കുന്നത് നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ കോംപ്ലിമെന്റ് ചെയ്യാതിരിക്കും, ഞാനാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്നില്ലേന്ന്. അപ്പോൾ നമ്മുടെ സാൽമൺ എന്നുണ്ടെങ്കിൽ സ്പ്രൈറ്റിൻ്റെ അടുത്ത് നീ ഇനി അധികം വർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നീ ഇപ്പോൾ തന്നെ ഒരുപാട് കുഴഞ്ഞില്ലേന്ന്. ഇതേക്ക് നമ്മുടെ സ്പ്രൈറ്റ് എന്നുണ്ടെങ്കിൽ കാര്യമൊന്നും പിടികിട്ടാതെ എന്ത് സാൽമൺ നീ ഇപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴേ നമ്മുടെ സാൽമൺ എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിനക്ക് മനസ്സിലായില്ലേ, സിക്ക് ഇപ്പോൾ തന്നെ നല്ല മാറ്റമുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിനക്ക് തിരിച്ചു പോയി നിന്റെ കരാട്ടെ പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യാമല്ലോ എന്ന്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഷോക്ക് ആവുന്നുണ്ട്. അവനാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റിനെ വിട്ടിട്ട് അവിടെ നിന്ന് പോകേണ്ടി വരത്തില്ലേ, അതാലോചിച്ചിട്ടാണ്. അപ്പോൾ ഇവനിങ്ങനെ ഡള്ളായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ നമ്മുടെ സാൽമൺ എന്നുണ്ടെങ്കിൽ എന്ത് പറ്റി സ്പ്രൈറ്റ്, നിനക്കത് കേട്ടിട്ട് സന്തോഷമൊന്നും തോന്നില്ലേ, നല്ല കാര്യമല്ലേ ഇത്, നിനക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തിരിച്ചു പോയി നിന്റെ പ്രാക്ടീസൊക്കെ കണ്ടിന്യൂ ചെയ്യാമല്ലോ എന്ന്. അതൊക്കെ പോട്ടെ, നീ ഇന്ന് ഫ്രീ ആണോ? ഇന്ന് സി എൻ്റെ അടുത്ത് പറഞ്ഞതെന്നറിയോ, നീ ആയിട്ടൊന്ന് മീറ്റ് ചെയ്യണമെന്ന്. നീ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നീ എൻ്റെ കൂടെ വരാൻ പറയണേ. പക്ഷെ നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങ് ഷോക്കായിട്ട് നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് നാംകിനെ അവളുടെ ഫ്രണ്ട്സിനാണ്. അവളുടെ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ നാംകിനെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും സിയെ വിട്ടുകൊടുക്കാണ്ട് പാടില്ല, നിനക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇത്രയധികം കാര്യങ്ങൾ ചെയ്തത്. അതേപോലെ തന്നെ സി ആണെന്നുണ്ടെങ്കിൽ നിന്നെ യൂസ് ചെയ്യായിരുന്നു തോന്നുന്നു ഫസ്റ്റിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. നോക്കി, അവൻ അന്ന് നിൻ്റെ അടുത്ത് നിന്ന് പോയതാണ്, അതിനുശേഷം അവൻ നിന്നെ കോൾ പോലും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ നാംകിനാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ ഇത്ര അധികം ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നത്? സി എന്ന് പറയുന്ന ഒരു അത്ലറ്റാണ്, അപ്പോൾ പിന്നെ അവൻ എപ്പോഴും അവൻ്റെ പ്രാക്ടീസിൽ ബിസി ആയിരിക്കും, അതുകൊണ്ടായിരിക്കും എന്നെ കോൺടാക്ട് ചെയ്യാത്തതെന്ന്. ഇതേക്കുന്ന ഇവന്മാരെന്നുണ്ടെങ്കിൽ നീ ഇപ്പോഴും കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടില്ലേ? അതൊക്കെ പോട്ടെ, നീ എന്നുണ്ടെങ്കിൽ ഫസ്റ്റിന് വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ നാംകിനാന്നുണ്ടെങ്കിൽ ഇല്ല, ഞാൻ ഇതുവരെയും തിരക്കിയിട്ടില്ല. എന്തുകൊണ്ട് തിരക്കാത്തത്? നീ ഇപ്പം തന്നെ വിളിക്കുമെന്ന് പറഞ്ഞ് ഇവളെ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഫസ്റ്റിനാണ്. ഫസ്റ്റിൻ്റെ ഫോണിൽ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ റൂമിലേക്ക് വരുന്നുണ്ട്. സ്പ്രൈറ്റിനെ കണ്ടപാടെ തന്നെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത്രയും നേരം എവിടെ പോയിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റി, നീ എനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു എന്ന്. ഇതേക്ക് നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒന്നും പഠിച്ചിട്ട് ആരും വെയിറ്റ് ചെയ്തിരിക്കാനേ, നീ ഇത്രയും നേരം കണ്ടില്ല അതുകൊണ്ട് ചോദിച്ചാണെന്ന്. ഇത് കേട്ട പാടെ തന്നെ നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഓടി വന്ന് നമ്മുടെ ഫസ്റ്റിനെ ഹഗ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റിനാണെന്നുണ്ടെങ്കിൽ കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. നിനക്കിത് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് നിന്നെ വിട്ടിട്ട് പോകുന്ന ഇഷ്ടമല്ല എന്ന് പറയണേ. അപ്പോഴും നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കാര്യമൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, അവനിങ്ങനെ കഥ അറിയാതെ ആട്ടം കണ്ടുപിടിക്കല്ലേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ സ്പ്രൈറ്റിൻ്റെ അടുത്ത് നീ എന്തിനെ പറ്റിയിട്ടാണ് ഈ പറയുന്നതെന്ന്. അപ്പോൾ നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റിൻ്റെ അടുത്ത് ഒരിക്കൽ ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നീ എന്നെ മിസ് ചെയ്യുമെന്നൊക്കെ. ഇതേക്ക് നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നീ പോകാനോ, എവിടേക്ക് പോകാനോ, നീ എന്തൊക്കെയാണ് പറയുന്നതെന്ന്. ഇത് കേട്ടപാടെ തന്നെ നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റിൻ്റെ മടിയിലേക്ക് കിടന്നിട്ട് ഇല്ല, ഞാൻ നിന്നെ വിട്ടിട്ട് ഒരിക്കലും എവിടേക്ക് പോകത്തില്ല, നീ ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല എന്ന്. ഇതേക്ക് നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവൻ്റെ കവിളിലേക്ക് പിടിച്ചിട്ട് നിനക്കിത് എന്താ പറ്റിയെന്നു ചോദിക്കുകയാണ്. അതിന് നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവനെ നോക്കി ചിരിച്ചിട്ട് ഒരു കാര്യം ചെയ്യാം, നാളെ എന്നുണ്ടെങ്കിൽ നമുക്ക് ഔട്ടിങ്ങിന് പോകാം, നീ എൻ്റെ കൂടെ വരത്തില്ലെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ വരാമെന്ന് പറയാണ്. സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട്. അതേസമയം ഇവിടെ കോയയും ഡെഡിനെയാണ് കാണിക്കുന്നത്. ഡെഡ് എപ്പോഴത്തേയും പോലെ തന്നെ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കോയുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ കോയ്ക്കാന്നുണ്ടെങ്കിൽ ആരുടെ അടുത്തുനിന്ന് മെസ്സേജ് വരുന്നുണ്ട്. ഇവനാന്നുണ്ടെങ്കിൽ ആ മെസ്സേജൊക്കെ നോക്കിയിട്ട് ഒരുമാതിരി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഒരുമാതിരി വില്ലത്തരമായിട്ട് ചിരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അടുത്തേക്കാന്നുണ്ടെങ്കിൽ ഡെഡ് വരുന്നുണ്ട് ഇവൻ എന്തോ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇവനിങ്ങനെ പുറകെ കൂടെ പതുങ്ങിയാണ് വരുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ കോയെന്നുണ്ടെങ്കിൽ പേടിച്ച് പോവാണ്. കോയെന്നുണ്ടെങ്കിൽ ഡെഡ് നീ എന്ത് പരിപാടിയാണ് ചെയ്തത്, ഞാനെന്നുണ്ടെങ്കിൽ പേടിച്ച് പോയെന്ന്. ഇതേക്ക് നമ്മുടെ ഡെഡാന്നുണ്ടെങ്കിൽ നീ എന്തോ സീക്രട്ടായിട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി, എന്തോ ചെയ്യുന്നത് സത്യം പറയാന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മുടെ കോയെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നുണ്ട്. ഇവനിങ്ങനെ ടെൻഷൻ ആവുന്ന കണ്ടിട്ട് നമ്മുടെ ഡെഡാന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് തമാശയ്ക്ക് പറഞ്ഞല്ലേ, നീ പേടിച്ച് പോയോ, ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അമ്മൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെയും നമ്മുടെ കോയ്ക്കാന്നുണ്ടെങ്കിൽ മെസ്സേജ് വരുവാണ്. ഇവൻ എന്തോ പ്ലാൻ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. പിന്നെ ഇവിടെ കാണിക്കുന്നത് ഔട്ടിങ്ങിന് വന്ന ആൾക്കാരെയാണ്. രണ്ടുപേരും കൂടി മാളിൽ കൂടെ ഇങ്ങനെ നടന്നു വരുവാണ്. അപ്പോൾ നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇങ്ങനെ തൊട്ടുരുമ്മിക്കൊണ്ട് നടക്കുവാണ്. ഇതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റിന് ഇഷ്ടപ്പെടുന്നില്ല. ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് സ്ഥലം ഉണ്ടല്ലോടാ, നിനക്ക് അങ്ങോട്ടേക്ക് നീങ്ങി നടന്നൂടെ, എന്നെ എന്തിനാ എപ്പോഴും ഇങ്ങനെ ടച്ച് ചെയ്ത് നടക്കുന്നതെന്ന്. ഇതേക്ക് നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ
നിനക്കാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റി, ഞാൻ ഇങ്ങനെ ടച്ച് ചെയ്ത് നടക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുകയാണ്. അതിന് നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിലും മറുപടി ഒന്നും പറയുന്നില്ല. പിന്നെ ഇവനാണെന്നുണ്ടെങ്കിൽ ടച്ച് ചെയ്ത് നടക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും പുറകെ നിന്നുകൊണ്ട് പൂ വിളിക്കുന്നുണ്ട്. പൂവിൻ്റെ കൂടെ ഒരു പെണ്ണും വന്നിട്ടുണ്ട്. പൂവാന്നുണ്ടെങ്കിൽ ഇവനെ കണ്ട പാടെ തന്നെ സ്പ്രൈറ്റ്, നീ എന്താ ഇന്ന് പ്രാക്ടീസിനൊന്നും പോയില്ലേന്ന്. ഇത് കേട്ട പാടെ തന്നെ നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ആകെപ്പാട് ടെൻഷൻ ആവുന്നുണ്ട്. അടുത്തേക്ക് ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ സ്പ്രൈറ്റിൻ്റെ അടുത്ത് ഏതാ ഇവർ രണ്ടുപേരും, നിനക്ക് ഇവരെ അറിയുമെന്ന് ചോദിക്കുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും അറിയത്തില്ല ഇവരാരെ, എനിക്ക് തോന്നുന്നു ആള് മാറിപ്പോയെന്ന്. ഇതും പറഞ്ഞിട്ട് നമ്മുടെ ഫസ്റ്റിന്റെ കൈയും പിടിച്ച് വലിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് ഓടുവാണ്. ഈ ടൈം നമ്മുടെ പൂവാന്നുണ്ടെങ്കിൽ ടോങ്ങിനെ വിളിക്കുകയാണ്. ടോങ്ങിനെ വിളിച്ചിട്ട് പറയാണ്, ഞാൻ ഇവിടെ വെച്ച് സ്പ്രൈറ്റിനെ കണ്ടിട്ടുണ്ടായിരുന്നു, അത് മാത്രമല്ല അവൻ്റെ കൂടെ വേറൊരു പയ്യനും ഉണ്ടായിരുന്നു, ആ ഒരു പയ്യനെ എനിക്ക് അറിയത്തില്ല എന്ന്. ഇവിടെ നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ സ്പ്രൈറ്റിൻ്റെ അടുത്ത് നീ എന്നെ എവിടേക്കാണ് കൂട്ടിക്കൊണ്ട് പോകുന്നത്, ഒന്ന് നിർത്ത്, എനിക്കിനി ഓടാനൊന്നും വയ്യ, നിനക്കറിയാവോ ആ രണ്ടുപേരെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ എനിക്കറിയാനോ, എനിക്കൊന്നും അറിയത്തില്ല, അവർക്ക് ആള് മാറിയതാന്ന് തോന്നുന്നു. ഇതേക്കും നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ സത്യം പറ, നീ അവിടെ നിന്ന് കാശ് വാങ്ങിച്ചിട്ടില്ലേ, അതുകൊണ്ടല്ലേ നീ ഇങ്ങനെ ഒളിച്ചൊളിച്ച് നടക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇല്ല ഞാൻ അവിടെ നിന്നും കാശ് വാങ്ങിച്ചിട്ടില്ല എന്ന്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ സത്യം പറ, നീ സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നും ചെയ്തില്ല എന്ന്. ഇവനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, സത്യം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിനക്ക് ഉറപ്പല്ലേ എന്ന്. ഇവനാണെന്നുണ്ടെങ്കിൽ ആ ഉറപ്പാണ്, എനിക്ക് നന്നായിട്ട് തന്നെ വിശക്കുന്നുണ്ട്, വാടാ നമുക്ക് പോയി ചെന്ന് ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ്. അതേസമയം നമ്മുടെ പോവാന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരെ ഫോട്ടോ എടുത്തിട്ട് നേരെ നമ്മുടെ ബോയ്ക്ക് അയച്ചു കൊടുക്കുകയാണ്. അന്നേരം ബോയുമായിട്ട് സംസാരിക്കുകയാണ്. ബോയാന്നുണ്ടെങ്കിൽ അവൻ അവിടെ വരാൻ ഒരു ചാൻസും ഇല്ല, കാരണം ഞാൻ അവനെ ഇപ്പോൾ യൂണിവേഴ്സിറ്റി വെച്ച് കണ്ടതേ ഉള്ളെന്ന് പറയണേ. അപ്പോൾ പിന്നെ ഇത് എങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ അവിടേക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തന്നും സിയും വരുവാണ്. തന്നിനെ സിയും കണ്ട പാടെ തന്നെ ഇവരാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഷോക്ക് ആവുന്നുണ്ട്. അപ്പോൾ പിന്നെ അവിടെ നിൽക്കുന്നത് ആരാ, ഇവിടെ നിൽക്കുന്നത് ആരാന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മുടെ തന്നാന്നുണ്ടെങ്കിൽ സി എടുത്ത്, സി ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു സാധനം എടുക്കാൻ വേണ്ടി മറന്നുപോയി, ഞാൻ പോയി ചെന്ന് എടുത്തോണ്ട് വരാം, നീ ഒരു കാര്യം ചെയ്യ്, കാറിൽ പോയി ചെന്നിരിക്കാൻ. തന്നെ അവിടെ നിന്ന് പോയ പാടെ തന്നെ ഇവന്മാരാന്നുണ്ടെങ്കിൽ നേരെ സിയുടെ അടുത്തേക്ക് എന്നിട്ട് സത്യം പറ, നീ ആരാ, നീ എന്തിനാ ഇവിടേക്ക് വന്നത്, നീ സ്പ്രൈറ്റും തമ്മിലുള്ള ബന്ധം എന്താ, നിങ്ങൾ രണ്ടുപേരും കാണാൻ ഒരേപോലെ ഉണ്ടല്ലോ, നിന്റെ ഉദ്ദേശം എന്താ, ഞങ്ങൾ കണ്ടുപിടിക്കത്തില്ല എന്ന് നീ വിചാരിച്ചോ. ഇതും പറഞ്ഞിട്ട് നമ്മുടെ സിയുടെ നേർക്ക് വഴക്കിന് ചെല്ലുവാണ്. ഇതേക്ക് നമ്മുടെ സി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ എൻ്റെ അടുത്ത് പ്രശ്നത്തിന് നിൽക്കരുതെന്ന് പറഞ്ഞിട്ട് അവനും തിരിച്ച് പറയുന്നുണ്ട്. ഇതേക്ക് ഇവന്മാർക്കാണെങ്കിൽ നന്നായിട്ട് തന്നെ ദേഷ്യം വിടുന്നുണ്ട്. അപ്പം തന്നെ മോന്തക്കിട്ട് എണ്ണം കൊടുക്കുന്നുണ്ട്. നമ്മുടെ സി ആണെന്നുണ്ടെങ്കിൽ നേരെ താഴത്തേക്ക് വന്ന് വീഴുവാണ്. അവനെ ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല അടിച്ചത്, അതേ രീതി തന്നെ ഇപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു മൊമെൻറ്റോട് കൂടി തന്നെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. അപ്പോൾ ഓക്കെ ബേബ്സ്, ടാറ്റാ, ബൈ ബൈ.